ഹായ് കുട്ടികളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്വാമിക്കഞ്ഞി കുടിക്കാനായിട്ട് ഞാൻ എൻ്റെ കൊല്ലത്തെ വീട്ടിലാണ് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞാനും ദക്ഷുവും താണ്ടെ പാത്രമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ചേച്ചിയുണ്ട്, ചേച്ചിയും കഞ്ഞിസദ്യക്ക് പോകാനായിട്ട് പാത്രമൊക്കെ ആയിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പാത്രം ഇതാണ് കേട്ടോ. ഈ ഒരു മല്ലിത്തൂക്കും ഈ ഒരു ചോറ്റുപാത്രത്തിലുമാണ് നമ്മളിത് കഞ്ഞി വാങ്ങിക്കാൻ പോകുന്നത്. അതാണ്ട് നമ്മുടെ ദക്ഷുണ്ട്. ഹായ് കൊടുത്തേ. രക്ഷയുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ ഒരു ചേച്ചിയും കൂടി വരാനുണ്ട്. ചേച്ചി കുളിച്ച് ഫ്രഷ് ആവുകയാണ് കേട്ടോ വരാനായിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ കഞ്ഞിസദ്യക്ക് പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഏകദേശം ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കഞ്ഞി കൊടുക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളെ വീടിന് അടുത്ത് തന്നെയാണ് കേട്ടോ. നമുക്ക് അറിയാം കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക്. അപ്പൊ എല്ലാവരും ഒക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ചേച്ചി വരാൻ ലേറ്റ് ആവുന്നുണ്ട്. അപ്പൊ താണ്ടെ ചിഞ്ചു ചേച്ചിയുടെ രണ്ടാമത്തെ പാത്രമാണ് കേട്ടോ ഇത്. ഇനി അടുത്ത രണ്ടാമത്തെ സെറ്റ് പാത്രം എടുക്കാൻ ചിഞ്ചു ചേച്ചി പോയിരിക്കുകയാണ്. ഇതാണ്ട് മൊത്തം 4 സെറ്റ് പാത്രത്തിലാണ് ഈ കൊച്ചു കഞ്ഞി വാങ്ങിക്കുന്നത്. ഗൈസ്, നിങ്ങളൊന്ന് ഓർക്കണം. അതാണ് അടുത്ത ഞാൻ വീഡിയോ എടുക്കുന്നതിന് മറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ, നാണക്കേട് കേട്ടോ. അപ്പൊ അതാണ് 2 പാത്രത്തിലും കൂടെ വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. പാവം കേട്ടോ. ഇതിലൊരു കറിക്കുള്ള ഞങ്ങൾക്കാണ് 4 പാത്രമാണ്. അങ്ങനെ നാട് ചേച്ചിയുടെ പാത്രം, ചിഞ്ചു ചേച്ചിയുടെ 4 പാത്രമുണ്ട്, നിഷ ചേച്ചിയുടെ 2 പാത്രം കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് 2 പാത്രമേ ഉള്ളൂ ഗൈസ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ നായകി കണ്ട റെഡി ആയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോവാണ് കേട്ടോ പാത്രമൊക്കെ ആയിട്ട്. അപ്പോൾ ചേച്ചി പറയുകയാണ് നമ്മളെല്ലാവരെയും കൂടി കാണുമ്പോഴത്തേക്ക്, നമ്മുടെ പാത്രം കൂടി കാണുമ്പോഴത്തേക്ക് അവർ കഞ്ഞി തീർന്നു എന്ന് പറയുമോ എന്തോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോമഡിയൊക്കെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരുമായിട്ട് നമ്മൾ കഞ്ഞി. ഇത് പിന്നെ പണ്ടത്തെ ഒരു നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ നമ്മൾ പോകുന്ന ഒരു വൈബൊക്കെ കേട്ടോ നമുക്ക് ഓർമ്മ വന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ മാരേജ് കഴിഞ്ഞ് എല്ലാവരും ഹസ്ബൻഡിൻ്റെ വീട്ടിലും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ചെറിയ ഓരോരോ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഒത്തുകൂടുന്നത്. പക്ഷെ അത് നമ്മൾ സൂപ്പർ ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് കഞ്ഞി കൊടുക്കാൻ തുടങ്ങിയത്. എല്ലാവരും നാണ്ട് ഇവിടെ അറ്റത്തൊക്കെ ഇരിക്കുവാണ് കേട്ടോ. നമ്മളെന്തായാലും നേരെ നടന്ന് പോവുകയാണ് കേട്ടോ. നമ്മൾ കഞ്ഞി സദ്യ ഒഴിക്കുന്ന വീട് അതാണ് കേട്ടോ. ആ വീട്ടിൽ അതുകൊണ്ട് ഈ മാമനാണ് കഞ്ഞി സദ്യയൊക്കെ ഒഴിക്കുന്നത് കേട്ടോ. അവർ ശബരിമലയ്ക്ക് പോവാണ് കേട്ടോ. അങ്ങനെ തന്നെ കഞ്ഞിയൊക്കെ താണ്ടെ എന്തായാലും കഞ്ഞിയൊക്കെ ഒരുവിധം സെറ്റായി ഇരിക്കുവാണ്. അങ്ങനെ താണ്ടെ വിളമ്പാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങും ഇങ്ങുമൊക്കെ നിൽക്കുവാണ്. അപ്പം നമ്മൾ ഇനി പാത്രങ്ങളിലേക്ക് വിളമ്പാനായിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പം ഞങ്ങൾ താണ്ടെ എല്ലാവരും കൂടി പാത്രത്തിലേക്ക് വാങ്ങിക്കാൻ പോവുകയാണ്. ആദ്യം വിചാരിച്ച് പാത്രത്തിൽ വാങ്ങിച്ച് കുടിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് വാങ്ങിക്കാമെന്ന്. അപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ഒക്കെ പറഞ്ഞ് വേണ്ട പോവാന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ അടിപൊളി കഞ്ഞി സദ്യ കേട്ടോ. കഞ്ഞി കാണുമ്പോൾ തന്നെ കൊതിയാവുകയാണ് കേട്ടോ. കാരണം സത്യം പറയുക ഈ വർഷത്തെ ആദ്യത്തെ കഞ്ഞിയാണ് കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ കുടിക്കാൻ പോകുന്നത്. അങ്ങനെ അടുത്ത കണ്ട് ചിന്തിച്ച് കഞ്ഞി ഒഴിക്കാൻ പോവുകയാണ്. ചെന്നുടനെ ആ മാമന് കൈ വയ്യാന്ന് പറഞ്ഞ് ആ കൊച്ചു തന്നെ കയറി ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ദാണ്ടെ സ്ത്രീകുട്ടിയൊക്കെ ഉണ്ട്. അപ്പം ഇവരൊക്കെ നമ്മുടെ കൈകൊട്ടിക്കളി ടീമുകാരാണ് കേട്ടോ. ഈ കഞ്ഞി ഒഴിക്കുന്ന വീട്ടിലെ ചേച്ചിയും കൈകൊട്ടിക്കളിക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഒക്കെ ഇനി എടുക്കുന്നതായിരിക്കും. ദാണ്ടെ കറിയൊക്കെ ദാണ്ടെ ഒഴിക്കുവാണ്. സത്യം പറയാല്ല, നിങ്ങൾ ഈ വർഷം എല്ലാവരും കഞ്ഞിയൊക്കെ വൃശ്ചിക കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ എല്ലാവരും ഒക്കെ ഇവിടെ വന്നിരുന്ന് കഞ്ഞിയൊക്കെ കുടിക്കുവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഒരു നാട്ടിൻപുറത്തൊരു കാഴ്ചകൾ മാത്രമാണല്ലേ ഈ കഞ്ഞി വാങ്ങിക്കാൻ നമ്മൾ പോകുന്നതും കഞ്ഞി കുടിക്കുന്നതും ഒക്കെ. സത്യം പറയാലോ ഇതൊക്കെ നമ്മൾ ഈ സിറ്റി ലൈഫിലോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും എല്ലാവരും. അങ്ങനെ എന്തായാലും നമ്മൾ താണ്ടെ കഞ്ഞിയൊക്കെ കുടിച്ച് വീട്ടിലോട്ട് പോവുകയാണ്.